ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇതാ ചോറ് അടുപ്പത്തുണ്ട്, അതേപോലെ പാലൊന്ന് തിളപ്പിച്ചെടുത്തു. അതിനുശേഷം പിന്നെ ഇതാ ഞാൻ എനിക്കുള്ള ചായയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ പിന്നെ ഇതാ മുരിച്ച ദോശ വേണം കേട്ടോ. അതേപോലെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതാ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ഉള്ളി, അതേപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതേപോലെ വറ്റൽമുളക് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം തൈരൊന്ന് അതിലേക്ക് കട്ട ഉടച്ചിട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നൊന്ന് ചൂടാക്കി എടുത്തതാണ്. അതിനുശേഷം ഇതാ ദോശയെല്ലാം ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കുള്ള ദോശയാണ് കേട്ടോ ചുട്ടെടുത്തത്. പിന്നെ ഞങ്ങൾക്കുള്ളത് പിന്നെ ചൂടോടുകൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിനിടയിൽ പിന്നെ ഞാനിതാ ടിഫിൻ ബോക്സ് എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലച്ചുവിൻ്റെ ചോറും ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇതാ മോര് കറി കുപ്പിയിലാക്കി. പിന്നെ അത് സ്നാക്സായിട്ട് കുഞ്ഞുവിന് ബിസ്ക്കറ്റും പിന്നെ അതേപോലെ തന്നെ മുട്ട വറുത്തുമാണ് കേട്ടോ വെച്ചത്. അങ്ങനെ അതെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ. ലച്ചുവിന് സ്നാക്സ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ലച്ചു എല്ലാം ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങി കേട്ടോ. ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൾ പോയ ശേഷം അടുത്ത ആളാണ് കേട്ടോ. ഇയാളെ കളി കണ്ടോ. ഇതാണ് തിങ്കളാഴ്ചത്തെ ദിവസത്തെ ഞങ്ങളുടെ പ്രത്യേകത കേട്ടോ. അങ്ങനെയെല്ലാം ഒരു വിധത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് പല്ല് തേപ്പിച്ച് ചായ കൊടുത്ത് എല്ലാം സെറ്റാക്കി ഒരുക്കി വണ്ടിയിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ അങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അമ്മ വൈകുന്നേരം വരണം കേട്ടോ വിളിക്കാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും അവൾ കാണിക്കൂല കേട്ടോ. ആരെങ്കിലും ഒന്ന് വന്നാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വരാന്തയിലെത്തിയിട്ടും പറയുന്നുണ്ട് കേട്ടോ, അമ്മ വൈകുന്നേരം വരണം കേട്ടോ വിളിക്കാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്ലാസ്സിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ ഇന്ന് നേരത്തെ എത്തിയിട്ടോ. ഞങ്ങൾ എന്നും നേരം വൈകി ബെല്ലടിച്ചിട്ടാണ് കേട്ടോ എത്തൽ. ഇന്ന് എന്തായാലും കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ക്ലാസ്സിലെത്തി. പോയിരിക്കുന്നത് കണ്ടോ, ഏറ്റവും ബാക്കിലാണ് പോയിരിക്കുക കേട്ടോ. മിസ് മുന്നിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ബാക്കിൽ പോയിട്ട് മുന്നിലിരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെയും മുന്നിലേക്ക് പിന്നെയും വന്നിട്ടോ ആ ബാക്കിൽ 3-4 കുട്ടികൾ അടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുകട്ടോ ചെയ്യുക. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് നേരെ വീട്ടിലെത്തിയിട്ടോ. പിന്നെ അച്ഛന് ഇൻസുലിൻ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ തറവാട്ടിക്ക്. അങ്ങനെ വന്ന ശേഷം പിന്നെ ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച ശേഷം പിന്നെ ഏട്ടൻ പണിക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടനും അങ്ങ് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.